നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. എത്രയോ സ്വലാത്തുകളാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ചാനലിലൂടെയും അതല്ലാതെ നിങ്ങൾ ഒറ്റക്കൊക്കെ ചൊല്ലിയിട്ടുള്ളത്. സ്വലാത്തുകളുടെ തലതൊട്ടപ്പൻ, സ്വലാത്തുകളുടെ നേതാവ്, സ്വലാത്തുകളുടെ രാജാവ് അത് മറ്റൊന്നുമല്ല, ഇബ്രാഹിമിയ സ്വലാത്താണ്. ഉസ്താദ്, അത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്തല്ലേ, അതല്ലാത്ത സമയത്ത് ചൊല്ലാൻ പറ്റുമോ? ആരാ പറഞ്ഞത്? അതല്ലാത്ത സമയത്തും നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്താണെങ്കിൽ അതല്ലാത്ത സമയത്ത് നമുക്ക് എന്തായാലും ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത് അത് ചൊല്ലിയാൽ, പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ചൊല്ലിയാൽ എന്താണ് നേട്ടം? നമ്മൾ അറിയാത്ത ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ 15 വമ്പൻ പ്രതിഫലങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ പറ്റും ഇൻഷാ അല്ലാഹ്, അത് കമൻ്റായി അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ മാസം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ഈ മാസത്തെ പ്രയോജനപ്പെടുത്തേണ്ടത്, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ കാണണേ. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ പുണ്യമായ ഈ ഒരു ദിവസങ്ങളിലും ഈ ഒരു മാസങ്ങളിലും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, വിശ്വാസികളായ ഓരോരുത്തരും അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തും ആ മുത്തായ ഹബീബിനോടുള്ള ഇഷ്ടവും സ്നേഹവും അവരുടെ വീടുകളിലും അവരുടെ പരിസരത്തുള്ള പള്ളികളിലും കവലകളിലും ഒക്കെ നമ്മളിപ്പോൾ അതിൻ്റെ അടയാളങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ വലിയ ലൈറ്റുകൾ തൂക്കുന്നു, അതുപോലെ നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ലൈറ്റുകൾ തൂക്കുന്നു, തോരണങ്ങൾ കെട്ടുന്നു. നമ്മുടെ കുട്ടികളൊക്കെ നബിദിന പരിപാടിക്കുള്ള പാട്ടുകൾ പഠിക്കുന്നു, പ്രസംഗങ്ങൾ പഠിക്കുന്നു, ഖുർആൻ ഓതി നോക്കുന്നു, സംഭാഷണം പഠിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ പങ്കെടുക്കുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മൾ സന്തോഷിക്കുന്നു, നമ്മുടെ വീട്ടുകാർ സന്തോഷിക്കുന്നു, നമ്മുടെ മഹല്ലത്തുകാർ സന്തോഷിക്കുന്നു, നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്, ഇന്ത്യൻ മുസൽമാൻ വലിയ സന്തോഷത്തിലാണ്, ലോക മുസ്ലിം വലിയ സന്തോഷത്തിലാണ്. സന്തോഷമുണ്ടാവാനുള്ള കാരണം ഒരൊറ്റ കാരണമാണ്, നമ്മുടെയൊക്കെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇനി മുതൽ ഇത് വല്ലാത്തൊരു മാസമാണ്. ഇനി സാധാരണ മാസം പോലെയല്ല, ഇത് പുണ്യമായ മാസമാണ്. സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട മാസമാണ്. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ഒരു റബീഉൽ അവ്വൽ മാസം ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു, എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മദീനയിലേക്ക് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ മദീനയിലുള്ള ആളുകൾ, മദീന നിവാസികൾ, ത്വലഅൽ ബദറു علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ മദീന നിവാസികൾ, മദീനയിലെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയ കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ദഫ് മുട്ടിയിട്ട് മുത്തായ ഹബീബിനെ സ്വീകരിച്ചതുപോലെ
ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അല്ലാഹുവേ കടന്നു വരുമ്പോ ലോക മുസൽമാന് സന്തോഷിക്കുകയാണ്. അവർ സ്വലാത്തുകൾ പറയുകയാണ്, അവർ മദ്ഹുകൾ പറയുകയാണ്, അവർ മൗലിദുകൾ ഓതുകയാണ്, മുത്ത് റസൂലിന്റെ ആ ജീവിതം പഠിക്കുകയാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവരതാ നബിദിന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ദഫ്മുട്ടും അതുപോലെ തന്നെ പാട്ടും പ്രസംഗങ്ങളും മറ്റു പരിപാടികളുമായി എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇത് തന്നെയാണ് നബിദിനം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ, മുത്തായ ഹബീബ് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ മദീന നിവാസികൾ എത്രമാത്രം സന്തോഷിച്ചോ അതേ ഒരു സന്തോഷമാണ്. നബിതങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, മുത്തായ ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ല, എന്താണ് രൂപമെന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മുടെ വല്ലുപ്പമാരും ഉസ്താദുമാരും ഒക്കെ പറഞ്ഞ് 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 നമുക്ക് തന്ന് പഠിപ്പിച്ച് ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. മുത്തായ റസൂൽ ജനിച്ച ആ മാസം വരുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സന്തോഷം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? 2-3 രൂപങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, റബീഉൽ അവ്വൽ മാസം ശ്രദ്ധിച്ച് കേൾക്കണേ ഉമ്മമാരെ ഉപ്പമാരെ. റബീഉൽ അവ്വൽ മാസം നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദിയായി നമ്മൾ ശുക്റുള്ളവരായി മാറണം, നന്ദിയുള്ളവരായി മാറണം. എങ്ങനെയാ നന്ദിയുള്ളവരായി മാറുന്നത്? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാൽ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്തിന്റെ മാസമാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുകളുടെ നേതാവ്, സ്വലാത്തുകളുടെ രാജാവ്. അതിനെ കവച്ചു വെക്കാൻ വേറെ ഒരു സ്വലാത്തുമില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നും പുറത്തേക്ക് വന്നൊരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. കോടാനുകോടി വരുന്ന മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഅ്മിനീങ്ങൾ, അവരിങ്ങനെ ഓരോ നമസ്കാരത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് ഒന്ന് മാത്രം, അത് ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പൊ ഇബ്രാഹിമിയ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒരു 1001 പ്രാവശ്യം, ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു 1001 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12ന്റെ അന്ന് ഞാൻ ഓതി തീർക്കുമെന്ന് ഇപ്പോൾ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഒന്ന് മനസ്സിൽ നിയത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് റബീഉൽ അവ്വൽ 12ന്റെ അന്ന് ഈ സ്വലാത്ത് ചൊല്ലിയവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദുആ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് അറിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിച്ചാൽ ആരൊക്കെ ചൊല്ലിയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിയ സ്വലാത്ത് അത് ഏത് സമയത്തും ചൊല്ലും. എത്രയോ നേട്ടമാണ് ഇബ്രാഹിമിയ സ്വലാത്തിന്. സ്വലാത്തുകൾക്ക് എല്ലാത്തിനും വലിയ നേട്ടമാണ്. ഇബ്രാഹിമിയ സ്വലാത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്തിന് ഒരുപാട് നേട്ടമാണ്. അതല്ലാത്ത സ്വലാത്തുകൾക്കൊക്കെ വലിയ നേട്ടമാണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുത്തായ റസൂലിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ആ മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനും ആ മുത്ത് ഹബീബിന്റെ ചാരച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സ് നിറയെ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്നാമതായി നമ്മൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടത് സ്വലാത്താണ്. പിന്നെയോ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എന്തെല്ലാം ഉണ്ടോ അത് പിൻപറ്റലാണ്. ഒരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലോ അല്ലെ? എത്രയോ സുന്നത്ത്. ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തുണ്ട്, ഉറങ്ങുന്ന സമയത്ത് സുന്നത്തുണ്ട്, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ സുന്നത്തുണ്ട്, വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലുകൊണ്ട് കയറണേ, ബിസ്മി പറയണേ, വീട്ടിലുള്ളവരോട് സലാം പറയണേ, ഇതൊക്കെ വീട്ടിൽ കടക്കുമ്പോഴുള്ള സുന്നത്താണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ സുന്നത്തുണ്ട്, കുളിക്കുന്ന സമയത്ത് സുന്നത്തുണ്ട്. എന്തെല്ലാം സുന്നത്തുകൾ ആദാബുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ മാസം എടുക്കാൻ ശ്രദ്ധിക്കണേ, മറന്നു പോവരുതേ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ആണ്. നബി തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്? സൂറത്തുൽ കഹ്ഫ് ഓതുക, സൂറത്തുൽ വാഖിയ, മുൽക്ക് അതൊക്കെ ഓതുക, ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തിന്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്വലാത്താണ്
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ മൗലിദ് ഓതുക. നമ്മുടെ കുട്ടികളെയും പങ്കെടുപ്പിക്കുക. നമ്മുടെ ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. അവരിപ്പോഴേ മധുഹുകൾ, നബി തങ്ങളുടെ മുത്തായ റസൂലിന്റെ മധുഹുകൾ പറയട്ടെ, അവർ കേൾക്കട്ടെ, അവർ പഠിക്കട്ടെ. നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള പ്രസംഗങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ടാകും. നബിയെ പറ്റി ഈ മാസം നമ്മൾ എല്ലാ മാസവും വേറെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ നബിതങ്ങൾ ജനിച്ച ഈ മാസം മൊത്തമൊന്നും നടക്കൂല. അങ്ങനെ മൊത്തവും നബിതങ്ങളുടെ മദ്ഹുകൾ പറയാനോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാനോ പലരും മുതിരുന്നില്ല. പക്ഷേ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള ഈ 12 ദിവസമെങ്കിലും മുത്ത് ഹബീബിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം എന്തെന്നറിയോ? തന്റെ 63 വയസ്സുകാലം 63 വയസ്സിലും അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ ഓർത്തിട്ടുണ്ട്. മുത്ത് റസൂൽ നമ്മളെ ഓർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാന കാലഘട്ടമായപ്പോ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബ, ഞാൻ എൻ്റെ സ്നേഹിതന്മാരെ കാണാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ എൻ്റെ അഹ്ബാബിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, ഞങ്ങളല്ലേ താങ്കളുടെ സ്നേഹിതന്മാർ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരല്ല, അന്തും അസുഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. പക്ഷെ എൻ്റെ സ്നേഹിതന്മാർ എന്നെ കണ്ടവരല്ല. നമ്മളെ പറ്റിയ എൻ്റെ സ്നേഹിതന്മാർ എന്നെ കണ്ടവരല്ല, അവരെന്നെ കാണാതെ എനിക്ക് വേണ്ടി സ്വലാത്ത് പറയുന്നവരാണ്, അവരെന്നെ കാണാതെ എൻ്റെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുന്നവരാ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, പരമാവധി സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഉമ്മമാരും, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സുന്നത്തുണ്ട്. എന്ത്? ബിസ്മി പറയുക. സൂറത്തുൽ ഖുറൈശ്, ലിഇലാഫി ഖുറൈശ് സൂറത്ത് മറന്നു പോവരുത്. അത് പ്രത്യേകം സുന്നത്താണ്. ഏത് സമയത്ത്? പാചകം ചെയ്യുന്ന സമയത്ത്. മുറ്റമടിക്കുമ്പോൾ ബിസ്മില്ല പറയണേ, മീൻ മുറിക്കുമ്പോൾ ബിസ്മില്ല പറയണേ, വാഷിംഗ് മെഷീനിലേക്ക് തുണി അലക്കാനിടുമ്പോൾ പറയണേ ബിസ്മില്ല, എല്ലാത്തിലും ബിസ്മില്ല പറയണേ. അത് പ്രത്യേകം സുന്നത്താണ്. എല്ലാത്തിലും ഉപരിയായി മുത്തായ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുതേ. ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കറിയാം, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകൾ അറിയാം. നബിതങ്ങൾ പറയുന്നു, ഇന്ന അവ്വലന്നാസി ബി യൗമൽ ഖിയാമ അക്സിറുഹും അലയ്യ സ്വലാത്ത്. ഖിയാമത്ത് നാളിൽ എൻ്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. ആ 7 വിഭാഗം ആളുകൾ മാത്രമല്ല, അതല്ലാത്തവരും അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹു പ്രത്യേകം വിരിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു ലില്ലുണ്ടാകും, തണലുണ്ടാകും, ഒരു ആശ്വാസം ഉണ്ടാകും. എപ്പോ? വിചാരണക്ക് നിൽക്കുമ്പോൾ. അതിൽ പറയപ്പെടുന്ന ഒരു 3 വിഭാഗം ആളുകളുണ്ട്. ഒന്നാമതായി പറയുന്നു, പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നവർക്ക്, അവർക്ക് അർശിന്റെ തണൽ കിട്ടുന്നതാണ്. രണ്ടാമതായി മുത്ത് റസൂല് പറയുകയാണ്, എൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്നവർ. ഏത് സമയത്ത്? അവസാന കാലഘട്ടത്തിൽ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു ഷഹീദ്. ഇതൊരു ഹദീസാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഈ അവസാന കാലഘട്ടം, നമ്മളൊക്കെ അവസാന കാലഘട്ടത്തിലെ ആളുകളാണ്. ഈ അവസാന കാലഘട്ടത്തിൽ ഒരാൾ എൻ്റെ സുന്നത്തിനെ പിടിച്ചാൽ, എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, പിൻപറ്റിയാൽ, ഫലഹു അജ്റു ഷഹീദ്, അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ട് എന്നൊരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ എന്തുണ്ട്? അവർക്ക് അർശിന്റെ തണൽ കിട്ടുമെന്നും കാണാം. മൂന്നാമത് ഒരു സ്വഭാവമുള്ള ആളുകൾ, അവർ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു, മൻ സ്വല്ലാ അലയ്യ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, ഹീന യുസ്ബിഹു അശറ, പ്രഭാതത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നു, വയുംസി അശറ, മഗ്രിബിന് ശേഷം ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ അസർ കഴിഞ്ഞിട്ടും 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നു എങ്കിൽ അദ്റക്തുഹു ശഫാഅതി യൗമൽ ഖിയാമ, അവൻ ആഖിറത്തിൽ എൻ്റെ ശഫാഅത്ത് നേടിയവനാണ്, കരസ്ഥമാക്കിയവനാണ്. എന്താ ഹദീസ് അല്ലേ? നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നിർബന്ധമായും കിട്ടും. എന്ത്? സ്വലാത്ത് ചൊല്ലിക്കോ. പ്രത്യേകിച്ച് ഇത് റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പുണ്യമായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഏറെ പ്രതിഫലമാണ്, ഒരുപാട് നേട്ടങ്ങളാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുക. ഒരു ഹദീസിൽ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, ഫഅക്സിർ ബിസ്സലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ.
ഫഇന്നഹാ തക്ശിഫുൽ ഹുമൂമ വൽ ഗുമൂമ വൽ ഖുറൂബ വതക്സിറുൽ അർസാക വതഖ്ലിൽ ഹവായിജ്. ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് എത്രമാത്രം അധികരിപ്പിക്കുന്നോ അവൻ്റെ ടെൻഷനുകൾ മാറുന്നതാണ്, അവൻ്റെ ഡിപ്രഷൻ മാറുന്നതാണ്, അവൻ്റെ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നതാണ്, അവൻ്റെ റിസ്ക് വിശാലമാകുന്നതാണ്, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുന്നതാണ്. എത്രയെത്രയോ ഹദീസുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ലാ അലയ്യ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 500 മറ, 500 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ ലം യഫ്തഖിർ അബദാ, അവനിക്ക് ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാവില്ല. ഏത് സ്വലാത്തും ചൊല്ലാം. നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ നബിതങ്ങൾ നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. അതല്ലാതെ എല്ലാ സ്വലാത്തുകൾക്കും ഒരുപാട് നേട്ടമുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്തിന് പ്രത്യേകമായ ചില നേട്ടങ്ങളുണ്ട്. കാരണം മലക്കുകൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലേ? അല്ലാഹു മലക്കുകളും എന്ത് ചെയ്യുന്നു? അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അല്ലാഹു തആല നബിതങ്ങൾക്ക് രക്ഷയും കരുണയൊക്കെ കൊടുക്കുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ പേരിൽ അവർ സ്വലാത്തായിട്ട് ചൊല്ലുന്നു. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ മലക്കുകൾ ചൊല്ലുന്ന ഏത് സ്വലാത്താണ്? അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. മാത്രമല്ല, ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. മാത്രമല്ല, ഈ ഒരു സ്വലാത്താണ് അവൻ സ്ഥിരമായി ചൊല്ലുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ ശഫാഅത്ത് അവനിക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെയോ വീണ്ടും കാണാം, ദറജകൾ ഉയർത്തപ്പെടുന്നു, അവന്റെ ടെൻഷനും ദാരിദ്ര്യവും മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ നാളെ നമ്മളെല്ലാവരും മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിലും തുടർന്നുള്ള മഹ്ശറ ജീവിതത്തിലും അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ ഈ ഇബ്രാഹിമിയ സ്വലാത്തിനെ നമുക്കൊരു കൂട്ടുകാരനാക്കി, ഒരു വെളിച്ചമാക്കി തരുന്നതാണ്. മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ അവനിക്കുള്ള സ്ഥാനം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണോ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത്, അത്രമാത്രം വേഗത്തിൽ നമുക്ക് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നു. നബിയോടുള്ള ഇഷ്ടമുണ്ടാകുന്നു, മറവിരോഗം മാറുന്നു, എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നു. അതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മെപ്പറ്റി നല്ല ചിന്തയുണ്ടാകുന്നു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷയുണ്ടാകുന്നു, അർശിന്റെ തണൽ ലഭിക്കുന്നു, മഹ്ശറയിൽ ഒരിക്കലും ദാഹമുണ്ടാവില്ല, സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ പറ്റുന്നു തുടങ്ങി 15ഓളം പ്രതിഫലങ്ങളാണ് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം കിട്ടുന്നത്. അതല്ലാത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്. 15 ഒരു ശ്രേഷ്ഠത നമ്മൾ എണ്ണി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ സ്വലാത്തുകൾ, ആ ഓരോ സ്വലാത്തിനും എത്രയോ നേട്ടങ്ങളാണ്. ഒരു ചരിത്രം പറയുന്നത്, മഹാനായ മുഹമ്മദ് ബിൻ സഈദ് ബിനുൽ മുത്രിഫ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. എങ്ങനെയാണെന്നറിയോ? മഹാനവറുകൾ എല്ലാ ദിവസവും നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുക. അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ കുറച്ച് ക്ഷീണം വന്നിട്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ ആ നിശ്ചിത എണ്ണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ക്ഷീണത്തിലും സ്വലാത്ത് മാറ്റിയില്ല, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയെന്നാണ്. ഉറക്കത്തിൽ അതാ വരുന്നു മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. അല്ലാഹു നമുക്കും ആ തൗഫീഖ് തരുമാറാവട്ടെ. നമ്മളൊക്കെ ചെറുപ്പം മുതലേ നബിതങ്ങളെ പറ്റി കേൾക്കുകയാണ്. ഓരോ നബിതനം വരുമ്പോഴും നമ്മളിങ്ങനെ മദ്ഹുകൾ പറയുന്നുണ്ട്, മൗലിദ് ഓതുന്നുണ്ട്, അല്ല, നബിതങ്ങൾക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല ആ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മനുഷ്യൻ, ഇദ്ദേഹം, ഈ സ്വാലിഹായ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാ. നബിതങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് ചോദിച്ചു, എല്ലാ ദിവസവും മുടങ്ങാതെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന നീ, നിന്റെ ചുണ്ടിലൊന്ന് ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാൽ, അങ്ങനെ ആ സ്വാത്വികനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ കാണിച്ചപ്പോൾ നബി തങ്ങൾ അങ്ങനെ ചുംബിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിയെഴുന്നേറ്റു. ചുറ്റിനും നോക്കുമ്പോൾ ആരുമില്ല. പക്ഷേ നല്ല ഒരു സുഗന്ധം അദ്ദേഹത്തിന്റെ മുറിയിലും ആ വീട്ടിലുമൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റു. എന്താണ് ഒരു സുഗന്ധം? അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ മുത്തായ ഹബീബിനെ സ്വപ്നം കണ്ടു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഏകദേശം 8 ദിവസത്തോളം
ആ സ്വപ്നം കണ്ടതിന് ശേഷം 8 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ ആ വായുടെ ഭാഗത്ത് ആ വല്ലാത്തൊരു മിസ്കിൻ്റെ വല്ലാത്തൊരു സുഗന്ധമായിരുന്നു. എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ കവളിൽ വന്ന് ചുംബിക്കുമായിരുന്നു. ആ മണം കിട്ടാൻ 8 ദിവസം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം സആദത്തുദ്ദാറൈൻ എന്ന ഒരു കിതാബിൽ കാണാം. ഒരുപാട് മഹത്തുക്കൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലാണ് അല്ലാഹു തആല പ്രതിഫലം തരുന്നത്. എത്രയോ നേട്ടങ്ങളുണ്ട്, പറഞ്ഞ തീരൂല. ഒരുപാട് നേട്ടങ്ങളാണ് ഓരോ സ്വഹാബിമാരും താബിഈങ്ങളും തബുഉ താബിഈങ്ങളും നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലി 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 അവർ അല്ലാഹുവിൻ്റെ ഹബീബിനെ കണ്ടു. നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട്, നേരിട്ട് പോലും കണ്ടവരുണ്ടെന്നാണ്. നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അവർ പല രൂപത്തിൽ നബിയെ കണ്ടു എന്നാണ്. അല്ലാഹുവെ പടച്ചവനെ, നമ്മളൊന്നും ആ ദർജയിൽ എത്തിയിട്ടില്ല. നമ്മളൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിയ പിന്നെ നേരെ തെറ്റിലേക്ക് പോകുന്നു, വീണ്ടും സ്വലാത്ത് ചൊല്ലുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ മാറും തിരിഞ്ഞും നമ്മുടെ ഈമാൻ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ മാസം ഇൻഷാ അല്ലാഹ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ, നമ്മൾ വേറെ സ്വലാത്തൊക്കെ ചൊല്ലാം, നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ. ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാതെ താജു സ്വലാത്ത് ഓതുന്നവരുണ്ട്, സ്വലാത്തു നാരിയത്ത് സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് ഓതുന്നവരുണ്ട്, അതുപോലെ തിബ്ബ് സ്വലാത്ത് ഓതുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ തുടങ്ങിയ ഒരുപാട് സ്വലാത്തുകൾ നിത്യം ഓതുന്ന 10 അതുപോലെ 20 100 ഒക്കെ ചൊല്ലുന്ന ഉമ്മമാരും ഉപ്പമാരും ഈ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്ന് ബറക്കത്തിന് വേണ്ടി ചൊല്ലി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് ഒരു 1001 പ്രാവശ്യം റബീഉൽ അവ്വൽ 12 അന്ന് ചൊല്ലി തീർക്കാൻ. ഇന്നു മുതൽ റബീഉൽ അവ്വൽ 12 അന്ന് വരെ നിങ്ങൾക്ക് ഒരു 1001 പ്രാവശ്യം, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, ഒരു 1001 ഏറ്റവും നല്ല കണക്ക്, ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മുറാദുകളുണ്ടോ, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമങ്ങളുണ്ടോ, വിഷമങ്ങൾ മാറാൻ എന്തെങ്കിലും ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിറവേറ്റി കിട്ടാൻ. ഒരുപാട് കടങ്ങളുണ്ട് ഉസ്താദെ, വീട് ജപ്തിയാണ് ഉസ്താദെ, അതുപോലെ തന്നെ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, അതുപോലെ തന്നെ എന്താണ് ഈ ബാങ്കിലെ കടമൊന്ന് മാറി കിട്ടണം, വീടും പരിസരവും ഒക്കെ ഒന്ന് ഹൈറായ നിലക്ക് വിറ്റുപോകണം. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്, അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറണമെന്ന നല്ല നിയ്യത്തിൽ ഒരു 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ മനസ്സിൽ കരുതി ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ അറിയിക്കേണ്ട സമയമൊക്കെ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റായി എഴുതിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിലുണ്ട്. അർത്ഥമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ അറബി ലഫ്ലുകൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാകും. ഞാൻ മദ്രസയിൽ പഠിച്ച രൂപത്തിലാണ്, നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ച രൂപം ഒരു പക്ഷേ ഇതായിരിക്കാം. ഇനി ഇതല്ലാത്ത മറ്റു രൂപത്തിൽ ഓതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ലൊരു രൂപമാണ്, നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു രൂപമാണ്. അതാണ് നമ്മളിപ്പോൾ ചൊല്ലിയിട്ടുള്ളത്. ഈ രൂപത്തിൽ ചൊല്ലാൻ പറ്റുന്നവർ ഇത് തന്നെ ചൊല്ലുക. അതല്ലാതെ നിങ്ങൾ മദ്രസയിൽ പഠിച്ച വേറെ രൂപമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മറ്റൊരു രൂപമാണെങ്കിൽ, ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ പറഞ്ഞല്ലോ 2-3 രൂപത്തിലുണ്ട്. ആ ലഫ്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട്. എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലമാണ്. അപ്പോൾ ഇങ്ങനെ ചൊല്ലിയാലും ഇൻഷാ അല്ലാഹ്
കൂലി കിട്ടും. ഇബ്രാഹിമിയ സ്വലാത്ത് മറന്നു പോകരുത്. അതിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നമുക്ക് മുത്തായ ഹബീബിനോടുള്ള ഹുബ്ബ്, അവിടത്തോടുള്ള ഇഷ്ടം അധികരിച്ച് കിട്ടാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. അതിന് സ്വലാത്ത് കാരണമാവണം. സ്വലാത്ത് ചൊല്ലുക മാത്രമല്ല, നബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം തന്നെ മൗലിദിൻ്റെ സദസ്സുകളൊക്കെ തുടങ്ങുകയാണ്. മൗലിദിൻ്റെ സദസ്സിൽ എല്ലാവരും പോകണം. വീട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, എല്ലാവരെയും ഉമ്മമാരെന്ത് ചെയ്യണം, പള്ളിയിലേക്ക് പറഞ്ഞേക്കണം. ഉമ്മമാർ വീട്ടിൽ തന്നെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് മൗലിദ് കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. മൊബൈലിൽ നോക്കിയിട്ട് മൗലിദ് ഓതാമോ ഉസ്താദെ, വുളു വേണോ എന്നൊക്കെ ഒരു സഹോദരൻ ചോദിച്ചു. മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് മൗലിദ് ഓതാം, ഖുർആൻ ഓതാം. വുളു വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഖുർആൻ ഓതുന്നതിൻ്റെയും മൗലിദ് ഓതുന്നതിൻ്റെയൊക്കെ വലിയ ഒരു അദബ്, മര്യാദ എന്താണ്? അത് വുളു ഉണ്ടായിരിക്കുക. അത് ഖുർആൻ എടുക്കുമ്പോൾ വുളു നിർബന്ധമാണ്. മൊബൈലിൽ ഓതുകയാണെങ്കിൽ വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോക്കി ഓതാം, അല്ലെങ്കിൽ കിതാബ് ഉണ്ടാവല്ലോ, കിതാബ് നോക്കി ഓതലാണ് ഏറ്റവും ഖൈർ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ സ്വലാത്തുകൾ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലും സലാമത്തിലുമാക്കണേ അല്ലാ. പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. വീഡിയോകൾക്ക് താഴെ ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന മാസങ്ങളിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ സിയാറത്ത് ചെയ്യാൻ, നല്ലൊരു ഉംറ ചെയ്യാൻ, അതുപോലെ വരുന്ന വർഷം ഒരുപാട് പേര് ഹജ്ജിനായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ ഖൈറായ നിലക്ക് അവർക്ക് ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ട് വരാനുള്ള തൗഫീഖും നീ കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.